വ്ലോഗൊക്കെ ഉള്ളത് എന്തേലും സംസാരിക്കോ? സൂപ്പർമാനെ ബാറ്റ്മാനെ ഇഷ്ടമല്ലേ. അപ്പം വീണ്ടും ഒരു അഫോർഡബിൾ ഷോപ്പിംഗ് ഹോൾ ആയിട്ടാണ് വന്നിരുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നത് കുറച്ചും കൂടി സംഭവങ്ങൾ പാഴ്സൽ വരാനുണ്ട്. അപ്പം ഇന്ന് വന്നിട്ടുണ്ട്. എന്തൊക്കെയെന്ന് കാണാം. കൂടുതൽ ഹോം ഡെക്കോർ ഐറ്റംസ് ആണ് ഇതിലുള്ളത്. എല്ലാത്തതും കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയത് ഒരു കുട്ടി, എല്ലാം കുട്ടി ഒരു ഹാങ്ങിങ് ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കാണിച്ചിരുന്നില്ലേ കിച്ചണിൽ വെക്കണത്, അതേപോലെ തന്നെ ഇത് ബാത്റൂമിൽ വെക്കണം കേട്ടോ. സോ ബാത്റൂം റോൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഭയങ്കര കുട്ടിയാണ്. തെമ്മൂല് നമ്മൾ വാങ്ങിക്കുമ്പം അത് നോക്കിയും കണ്ട് വാങ്ങിക്കണം. എനിക്കറിയാമായിരുന്നു ഇത് ഇത്രയും ചെറുതാണ്. നോർമലി അവിടെ സെൻറ്റിമീറ്ററും കാര്യങ്ങളും കൊടുത്തേക്കും. അത് നിങ്ങളത് സൂക്ഷിച്ചും കണ്ട് വാങ്ങിക്കണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. കുട്ടിയാണ് കുട്ടി. ഇത് ഒരു സാറ്റിൻ്റെ ഹെഡ് കവറാട്ടോ. ഞാൻ പില്ലോ കവർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഹെയറിനൊക്കെ ഓൾറെഡി എൻ്റെ ഡ്രൈ ഹെയർ ആണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഹെയറൊക്കെ കെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഒരു ക്യാപ്പ് സ്ലീപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി. ഞാൻ സാറ്റിൻ്റെ പില്ലോ കവറാണ് വാങ്ങിക്കാൻ പോയത്. ബട്ട് സ്റ്റിൽ ഞാനത് വാങ്ങിച്ചില്ല. ആദ്യം ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. റെഡ് കളറിൽ വിച്ച് ഇസ് ഗുഡ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്യൂട്ട് പെൻസ് കേട്ടോ. അത് ഞാൻ എപ്പോഴും വാങ്ങിക്കണമല്ലോ. അത് നിങ്ങളെ ഞാൻ കാണിക്കണമൊന്നുമില്ല. കുറേ ക്യൂട്ട് പെൻസ്. സോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് സോക്സ് ആട്ടോ. ഇത് കംപ്രഷൻ സോക്സ് എന്നാണ് ഇതിനെ പറയണത്. ഇത് എനിക്കും ബാലൂനും വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിന്നാണ് കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പം അങ്ങനെയുള്ളവർക്ക് നല്ലതാണിത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് വാങ്ങിച്ചു നോക്കാം. ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതേപോലെ തന്നെ ലൈക്ക് വെരിക്കോസ് വെയിൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കൊക്കെ നല്ലതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. സോ നെക്സ്റ്റ് ഇത് ഉപയോഗിച്ച് നോക്കണം. ബാലിനാണ് എൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു ഫ്രെയിമാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ ബുക്ക് ചെയ്തതെന്ന് ഞാൻ തന്നെ വറക്കും. അത് വേറെ കാര്യം. ഇത് കുറച്ച് ടൈം എടുക്കും. ഇത് ഇങ്ങനെ തന്നെയാണ് വെക്കേണ്ടത്. ഷുവർ ഇല്ല, ചിലപ്പോൾ ഇത് പൊട്ടിക്കേണ്ടി വരുമെന്ന് വിശ്വസിക്കണം. എനിക്കിങ്ങനെ പൊട്ടിക്കാനൊന്നും മര്യാദക്ക് ഇങ്ങനെ അൺപാക്ക് ചെയ്യാൻ അറിയാത്തൊരു വ്യക്തിയാണ്. വളരെ നീറ്റായിട്ടൊന്നും വരില്ല. ഓ ദാറ്റ്സ് ക്യൂട്ട് അല്ലേ. 7 ചക്രാസിന്റെ ഒരു 7 ചക്രയുടെ ഒരു ഫ്രെയിമാണ്. ഇതിവിടെ ഹോളിൽ വെക്കാമെന്ന് വിചാരിച്ചു. ക്യൂട്ടായി. ഇഷ്ടമാണ്. നെക്സ്റ്റ് ഇത് സാക്കിനാണ്. സാക്കിന് ഇത് അറിയില്ലായിരുന്നു. ഇതെന്താന്ന് അറിയാമോ? ഇത് സ്റ്റിക്കേഴ്സാണ് സ്പൈഡർമാൻ്റെ. അമ്മക്കില്ലേ? എനിക്ക് ഉമ്മയൊന്നുമില്ല. സ്പൈഡർമാനോ ഇത് എനിക്ക് അല്ലെങ്കിൽ ബാലുവിനായിരിക്കും. രണ്ടെണ്ണം ഞാൻ വാങ്ങിച്ചിരുന്നു. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഇതെന്താണ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വേർഡിങ്സ് തന്നെ. ഞാൻ പറഞ്ഞത് ഞാൻ കൂടുതൽ ഹോം ഡെക്കോർ വാങ്ങിച്ചേക്കുന്നത്. ഈ പ്രാവശ്യം എന്തോ എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നി. ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ട് ബുക്ക് ചെയ്തതാണ്. എനിക്ക് ഷോപ്പിംഗ് അഡിക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാനായിട്ടൊക്കെ കുറച്ചതാണത്. ഓ ഇത് ജസ്റ്റ് എ ഗേൾ ഹു ലവ്സ് ബുക്സ് എന്ന് പറഞ്ഞ് ഈ ബുക്സിൻ്റെ അവിടെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. റൈറ്റിങ്സ് ഇവരുടെ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി. ഇത് കുറച്ച് വലുതാണ് മറ്റേതിനെക്കാട്ടും. ഇതും ചെറുതായിരിക്കും എന്നാണ് വിചാരിച്ചത്. സോ നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ഇത് ബെഡ്റൂമിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഡ്രീം ബിഗ് എന്ന് പറഞ്ഞ് ഒരു ചെറിയൊരു ഫ്രെയിം. All our dreams can come true if we have the courage to pursue them എന്ന് പറഞ്ഞ് ഇത് നമ്മൾ റൂമിൽ വെക്കാൻ വേണ്ടി. എനിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ
ഉദ്ദേശിച്ച പോലെ തന്നെ വന്നേക്കുന്നത്. ഇതും ഒരു ബെഡ്റൂമിൽ വെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇത് സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതല്ല, ഇതൊക്കെ ഒരു സെറ്റായിട്ട് വാങ്ങിച്ചേക്കണേ. ഇതിൻ്റെ അകത്ത് ഇനിയും കുറേ സംഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ വിചാരിച്ച ഒരു ഫ്രെയിമാണെന്ന് വിചാരിച്ചാൽ ഞാൻ അവിടെ വെച്ചത്. ഓ ഇതിൻ്റെ ഇങ്ങനെ കുറേ ഫ്രെയിംസ്. വർക്ക് ഹാർഡ്, കീപ് സ്മൈലിംഗ്, ബി പോസിറ്റീവ്, സ്റ്റേ ഹംബിൾ, ദാറ്റ്സ് ഗുഡ്, നെവർ ഗിവ് അപ്പ്. ഇതൊക്കെ ബെഡ്റൂമിൽ വെക്കാമെന്ന് വിചാരിച്ച്. അടുത്തത് നൈസായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിട്ടൊക്കെ ബുക്ക് ചെയ്യണം, പക്ഷെ കുറച്ച് നേരം എനിക്ക് മറന്നു. വേറെ കുറേ കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടാവുമല്ലോ വർക്ക് ചെയ്ത്. അടുത്ത നോക്കാം. I am blessed, I am worthy. എല്ലാം പോസിറ്റീവ്, മൊത്തം പോസിറ്റീവ് വൈബ് ആക്കാന്ന് വിചാരിച്ചു. I am focused, I am grateful, I am happy, I am motivated. അപ്പോൾ അങ്ങനെ കുറേ ഇത് ബെഡ്റൂമിൽ വെക്കാൻ വേണ്ടിയാണ് സെറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിക്കണം. അതൊക്കെ അടുത്തത് നൈസായിട്ടുണ്ട്. ഇത് സെറ്റ് ഓഫ് ഇയറിങ്സ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഭംഗിയെന്ന് തോന്നുന്നു വെച്ചാൽ ഇല്ല, ക്വാളിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല എനിക്ക് കണ്ടിട്ട്. പക്ഷെ ഞാൻ ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. ഇത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 3 പൗണ്ടിൻ്റെ അടുത്താണ്. അത് ലാഭമാണ്, ഇത്രയും ഇത് കിട്ടി. പക്ഷെ ഇത് ക്വാളിറ്റി ഒട്ടും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. സ്റ്റിൽ ഞാൻ അങ്ങനെ റെഗുലറായിട്ടൊന്നും യൂസ് ചെയ്യൊന്നുമില്ല. ചുമ്മാ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചത്. ഞാൻ ഇങ്ങനെ മാറ്റിയിടാറൊന്നുമില്ല. അത് ഇഷ്ടപ്പെട്ടിട്ടേ വാങ്ങിച്ചതാണ്. ഇത് ഉപയോഗിക്കാമെന്ന് പോലെ എനിക്കറിയില്ല. ക്വാളിറ്റി അത്രക്കില്ലെന്ന് തോന്നുന്നു കണ്ടിട്ടിട്ട്. എന്നാലും ഞാൻ എടുത്ത് നോക്കട്ടെ. കുഴപ്പമില്ല, ഇത് നല്ലതാണ്. ഞാൻ വിചാരിച്ച അത്ര ക്വാളിറ്റി ഇല്ലെന്നാണ്, പക്ഷെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇത്രയും പ്രൈസ് ആകുമ്പോൾ അതിന് വർത്ത് ആവോ ക്വാളിറ്റി ഉണ്ടാവോ എന്ന് തന്നെ എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ക്വാളിറ്റി ഉണ്ട്. നൈസ്. അപ്പൊ ലാഭം ഒരു 3 പൗണ്ടിന് ഇത്രയും കിട്ടാമെന്ന് വിചാരിച്ചാൽ അത് ലാഭം തന്നെയാണ്. നെക്സ്റ്റ് സാക്കോ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കറിയില്ല എന്താണെന്ന്. എനിക്ക് പൊളിച്ചു നോക്കണം. അത് സാക്കിന്റെ അന്ന് സാക്ക് പറയണത്, പക്ഷെ ഇത് സാക്കിന്റെ അന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഇത്? ഞാൻ ലാസ്റ്റ് ഓപ്പൺ സോറി, എനിക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. അത് ഇത് എന്നെ കൊണ്ട് പറ്റാത്ത വഴിയാണ് അത് ഓപ്പൺ ചെയ്യാൻ. ഇത് ആ സാക്ക് പറഞ്ഞല്ലേ കള്ളുടി അങ്ങനത്തെ വാലിസ് അവന് മനസ്സിലായിട്ടാ. ഓ ഇത് കണ്ടിട്ടായിരിക്കും, കുപ്പി കണ്ടിട്ടായിരിക്കും. I only drink on days that start with tea. കൊള്ളാം, നല്ല രസമുണ്ട്. പുതിയമാർക്ക് പറ്റിയ ഹാങ്ങിങ് സംഭവങ്ങളാണ് വീട്ടില്. ഗ്രൂപ്പ് തെറാപ്പി, ഗ്രൂപ്പായിട്ട് നമുക്ക് തെറാപ്പി നടത്താം. വെറുതെ പറഞ്ഞിട്ട് ചിരി വല്ലുണ്ട്. ഇതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് അറിയാം. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്ത്. ഇത് എനിക്ക് അബദ്ധം പറ്റിയതാണ്. കുഴപ്പമില്ല, എല്ലാവർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റുമല്ലോ. ഓക്കെ, ഇതിന് സാക്കിനാണ്. ഇത് സ്റ്റെൻസിൽസ് പോലത്തെ കുറേ ആനിമൽസും കാര്യങ്ങളൊക്കെ വെച്ച് സാക്കിന് ഡ്രോ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കുറേ പീസസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഞാൻ എന്തായാലും നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഇത് വാലുവിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചിട്ട് കാണിക്കാം. ഓപ്പൺ ചെയ്ത് ഓപ്പൺ ഞാൻ തന്നെ ഞാൻ തന്നെ ഓപ്പൺ ചെയ്യണേ. കാറ്റ് സഹായം വേണം. ബാക്കിലേക്ക് കളിയാക്കിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ
എന്താണ് എനിക്ക് എന്താ ഓക്കെ ഇത് ഗെയിം. ഇത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഗെയിമർ സോറി ഗെയിം എന്നല്ല മൊത്തം കളി പോയിരിക്കണേ എനിക്ക്. കാര്യം ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുക്കണത് വർക്കെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. വർക്കെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോസ് എടുക്കണത്. സോ കുറച്ച് പിടിക്കൊക്കെ പോയി കിടക്കുന്നത് എനിക്ക് മിക്ക വീഡിയോസിലും കേട്ടോ. ഐ മീൻ വർക്ക് കഴിഞ്ഞാൽ എടുക്കണം. ഹോൾ മിക്കതും വർക്ക് കഴിഞ്ഞായിരിക്കും എടുക്കണം. ബിക്കോസ് ഞാൻ എപ്പോഴും വർക്ക് പ്ലേസിലോട്ടായിരിക്കും ഓർഡർ ചെയ്യണത്. അവിടെ നിന്നായിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഇത് ഗെയിമർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെയുള്ള ഗെയിമിൻ്റെ സംഭവങ്ങളൊക്കെ ആണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു സ്റ്റിക്കറാണ്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യേണ്ടതും ഹാങ് ചെയ്യേണ്ടതും ഒക്കെ ഇത് സ്റ്റിക്കർ മോഡൽ. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടല്ല. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ വേറൊരു വീഡിയോ